ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ്. പാലക്കാട് കൊല്ലങ്കോട് ഭാഗത്തേക്കാണ് നമ്മൾ പോണത്. ഇപ്പോൾ റീൽസിലൊക്കെ ഇങ്ങനെ കണ്ട് അപ്പോൾ പിന്നെ പോവാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരാവശ്യം കൂടി ഉണ്ടായിരുന്നു, അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ പാലക്കാടേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഒരു 6:30 ആയപ്പോൾ കറക്റ്റ് ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഫ്രഷായി മാറ്റി പോകുന്നതാണ്. അങ്ങനെ നമ്മൾ ഹൈവേമിൽ എത്തിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടത്. രണ്ട് ഭാഗത്ത് നിറയെ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന നേരത്തെ ആയത് കാരണമായിട്ട് അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ ബുള്ളറ്റുമേലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോൻ അപ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ. പിന്നെ നമ്മൾ ചെർപ്പുളശ്ശേരിയൊക്കെ എത്തിയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഞങ്ങൾ ബൂരിയും പിന്നെ പൊറാട്ടയും മുട്ട റോസ്റ്റും ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ച രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുട്ട റോസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചായയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതെവിടെ പോയാലും ഇവൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് നോക്കും. ഞാനതൊന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. അവൻ്റെ എല്ലാ കാര്യങ്ങളും മൂപ്പര് തന്നെ നല്ല അടിപൊളിയായിട്ട് നോക്കും. പിന്നെ അതാ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ തന്നെ. പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. നമ്മൾ വണ്ടിയിലൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കടയിൽ നിന്ന് 2 മിഠായിയൊക്കെ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോന്. പിന്നെ അവനോട് കുറേ പ്രാവശ്യം പറഞ്ഞതാ ഷൂ ഇട്ടോ ചെരുപ്പിടണ്ടാന്ന്. അപ്പോൾ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെരുപ്പായിരുന്നു. ഇപ്പോൾ പോയി അത് വണ്ടിയിൽ നിന്ന് ഉറങ്ങിയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. ഷൂ ഇടാൻ പറഞ്ഞിട്ട് കേട്ടില്ല, അവനക്ക് ചെരുപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് പോയി. അതിൻ്റെ കരച്ചിലായിരുന്നു. പിന്നെ വേറെ ഒരു ചെരുപ്പ് എടുത്ത് കൊടുക്കാൻ വേണ്ടി കയറി, അതൊന്നും പറ്റിയില്ല. ലാസ്റ്റ് ഉള്ള ചെരുപ്പൊക്കെ ഒപ്പിച്ച് പോന്നിട്ടുണ്ട്. അങ്ങനെ അത് ആ മല കാണുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകണമെന്നാണ് കേട്ടോ പറഞ്ഞു തരുന്നത് എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് ഏരിയ എത്തിയപ്പം ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വിചാരിച്ച്. മിച്ചർ, ബിസ്ക്കറ്റ്, അതുപോലെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോയി. ആദ്യം നമ്മൾ പോണത് വാട്ടർഫാൾസിലേക്കാണ്. ആ വാട്ടർഫാൾസിൽ പോയിട്ട് ഇതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതൊന്നും നമ്മൾ കഴിച്ചിട്ടുമില്ല തൊട്ടിട്ടുമില്ല, വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ആ റോട്ടിലേക്ക് കണ്ട് കടന്നപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ പറയുക, തനി ഒരു ഗ്രാമപ്രദേശം കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടെ നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു മലൻ്റെ സൈഡിലേക്കാണ് നമ്മൾ പോണത്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ പോണ വാട്ടർഫാൾസ് ഉള്ളതും അതുപോലെ താമരപ്പാടും ഒക്കെ ഈ ഒരു സൈഡിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നേരെ അതിൻ്റെ അടിയിൽ തന്നെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ കയറി മാങ്ങ മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി ചെറിയൊരു കനാൽ പോലെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഫാമിലിനായിട്ട് നമ്മൾ നല്ല കമ്പനിയായി കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ അത് നമ്മൾ വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ പേര് കുളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വേറെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അത് കാരണം നമ്മൾ ഡ്രസ്സൊന്നും കരുതിയിട്ടില്ല. അപ്പം നമ്മളിത് ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് അവിടുന്ന് എൻ്റെ മോന് കുറച്ച് നേരം ഇതുപോലെ അതിൻ്റെ മേലെ കയറും, ഇറങ്ങി കളിക്കും. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ച് പിന്നെ നേരെ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു മേൽഭാഗത്താണ് മലേൻ്റെ. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നു പെട്ടെന്ന് തന്നെ. കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുളിക്കാൻ വേണ്ടി വേറെയുള്ള ഡ്രസ്സോ കാര്യങ്ങളൊന്നും എടുക്കാത്ത കാരണം താഴോട്ട് പോയി താഴെ കൂടെ പോണ ചെറിയൊരു അരുവിയിൽ ഇതുപോലെ കാലൊക്കെ ഇട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ അതൊരു മയിലിനെയൊക്കെ കണ്ട് വരുന്ന വഴിക്ക് നമ്മൾ നേരെ താമരപ്പാടത്തേക്ക് പോയി. ഇതൊക്കെ ഒരൊറ്റ റൂട്ട് തന്നെയാണ് കേട്ടോ. ഈ പോണ വഴിയിൽ തന്നെയാണ് താമരപ്പാടൊക്കെ ഉണ്ടായിരുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ കണ്ട് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചു, നല്ല വെയിലായത് കൊണ്ട്. പക്ഷെ അതിനുള്ളിലോട്ട് ഇറങ്ങിയപ്പം വെയിലൊന്നും ഇല്ല കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. വെയിലുണ്ട് പക്ഷെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്കത് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ കുറേ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് നടന്നു പോയി. പിന്നെ അങ്ങനെ കുറച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വിശ്രമിച്ച് ഇതുപോലെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ അതാ കാണുന്ന ഏറുമാടത്തിൻ്റെ മേലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി നേരെ ഒരു ഗ്ലാസ് അരിനെല്ലിക്കയും ബിസ്ക്കറ്റും പിന്നെ കുറച്ച് സർബത്തൊക്കെ കഴിച്ചു നമ്മൾ. പിന്നെ അതാ നമ്മൾ നേരെ പോയി അവിടെ നിന്നും പുറത്തിറങ്ങി. ഇതാ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ചെല്ലഞ്ചേട്ടൻ്റെ കട, അതൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം വന്നിട്ട് നമ്മൾ കയറിയിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു കടയിൽ കയറിയിട്ട് നല്ല
ബിരിയാണി കഴിച്ചു. എൻ്റെ ഹസ്ബൻഡ് മലബാർ ബിരിയാണിയും കഴിച്ചു. ഞാൻ റാവുത്തർ ബിരിയാണിയാണ് കഴിച്ചത്. രണ്ടും നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മലമ്പുഴ ഡാമിലേക്കാണ് വന്നത്. അങ്ങനെ മലമ്പുഴ ഡാമിലെത്തിയപ്പോൾ തന്നെ നേരെ കാണുന്നത് റോപ്പ് വേ ആണ് കേട്ടോ. എനിക്കിഷ്ടമാണ്. ഞാനിവിടെ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ അതിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ഞാനില്ല, നിങ്ങൾ 2 പേരും കയറിക്കോ, എനിക്ക് പേടിയാണ് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവനെയും കൂട്ടി ഇതിൽ കയറിയപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, ഇനിയും വരണം, ഇനിയും കയറണം, അവിടെ എത്തിയിട്ട് ഇനിയും കയറണം എന്നാട്ടാ പറഞ്ഞുകൊണ്ടിരിക്കണത്. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. സൂപ്പറാണ്. ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റും ഉണ്ട്. എല്ലാ വ്യൂവും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇരുന്ന് കാണാൻ പറ്റും. ആ ഡാമിൻ്റെ മൊത്തം വ്യൂവും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ റോപ്പ് വേയിലൊക്കെ ഒന്ന് കയറി. എൻ്റെ മോനക്കാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കൂടി പോകണ എല്ലാവർക്കും ടാറ്റ കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ റോപ്പ് വേയിലൊന്ന് കയറാൻ പറഞ്ഞപ്പോൾ അവനക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അവനക്ക് പേടിയൊക്കെ മാറി ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ അത് താഴ്ന്ന് ഓരോ കാഴ്ചകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പോണത് ഡാമിൻ്റെ മേൽഭാഗത്ത് കൂടിയാണല്ലോ. അപ്പോൾ നല്ല വെള്ളവും അതുപോലെ തന്നെ താഴ്ഭാഗങ്ങളിൽ നല്ല പച്ചപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് അങ്ങനെ പോകാനും ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാനും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഡാമിൽ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം അവിടുത്തെ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അവിടെയൊക്കെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കണോണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നുന്നില്ല. പക്ഷേ ഇതുപോലത്തെ ഒരു വെള്ളങ്ങളും കാര്യങ്ങളും അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അതിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ റോപ്പ് വേന്ന് നേരെ നമ്മൾ ഡാമിൻ്റെ മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഡാമിൻ്റെ മേലെ കയറി ഇതുപോലെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് അവിടെയുള്ള പുഴയും കാര്യങ്ങളും അതൊക്കെ കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി. മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങിയിട്ടാണ്. അധികം നേരം നിൽക്കാൻ പറ്റില്ല. അവിടെ വേറെ എവിടെയും കയറി നിൽക്കാനൊന്നും സ്പേസ് ഇല്ലാത്ത കാരണം നമ്മൾ ഡാമിൽ നിന്ന് നേരെ താഴെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ യാത്രയൊക്കെ തുടങ്ങി. രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ കയറും എന്നുള്ള അന്വേഷണത്തിലാണ്. അപ്പം എൻ്റെ മോൻ പറഞ്ഞു ബ്രോസ്റ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബ്രോസ്റ്റ് കട അന്വേഷിച്ചു. അപ്പോൾ ബ്രോസ്റ്റ് കട നല്ലത് കണ്ടപ്പോൾ നിർത്തി. അവിടെ കയറി നമ്മൾ മോമോസും ബ്രോസ്റ്റും ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.